ഭൂമിയിലെ ഏറ്റവും നനഞ്ഞ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നേ ഉള്ളൂ. ഇന്ത്യയിലെ മേഘാലയ സംസ്ഥാനത്തുള്ള മൗസിൻറാം. മേഘാലയ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മേഘങ്ങളുടെ ആലയം എന്നാണ്. എന്നാൽ മൗസിൻറാം വെറുമൊരു ഗ്രാമമല്ല, പ്രകൃതിയുടെ ഏറ്റവും വന്യമായ ഭാവങ്ങളിൽ ഒന്നിനെ ദിവസവും നേരിടുന്ന ഒരു ജനതയുടെ വീടാണത്. വർഷത്തിൽ ശരാശരി 11,000 മില്ലിമീറ്ററിലധികം മഴയാണ് ഇവിടെ പെയ്യുന്നത്. അതായത് ലോകത്തിലെ ഒട്ടുമിക്ക നഗരങ്ങളിലും 10 വർഷം കൊണ്ട് പെയ്യുന്ന മഴ ഇവിടെ വെറും ഒറ്റ വർഷം കൊണ്ട് പെയ്തു തീരുന്നു. 365 ദിവസവും പെയ്തിറങ്ങുന്ന ഈ പേമാരിയെ ശപിക്കാതെ അതിനെ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയ മൗസിൻറാം നിവാസികളുടെ കഥയാണിത്. മഴ പെയ്യുമ്പോൾ സാധാരണയായി നമ്മുടെ ജീവിതം നിശ്ചലമാകും. എന്നാൽ മൗസിൻറാമിൽ അങ്ങനെയല്ല. മഴയത്ത് ജീവിക്കാൻ അവർ പഠിച്ചു കഴിഞ്ഞു. അതിരാവിലെ തന്നെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നതും കർഷകർ തങ്ങളുടെ പാടങ്ങളിലേക്ക് ഇറങ്ങുന്നതും ഈ കനത്ത മഴയത്താണ്. മഴവെള്ളം കുത്തിയൊലിക്കുന്ന വഴികളിലൂടെ, തെന്നിമാറുന്ന പാറക്കെട്ടുകളിലൂടെ അവർ തങ്ങളുടെ ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. വീടുകളുടെ മേൽക്കൂരകളിൽ വീഴുന്ന മഴത്തുള്ളികളുടെ ശബ്ദം കാതടുപ്പിക്കുന്നതാണ്. ഈ ശബ്ദം കുറയ്ക്കാനായി വീടുകളുടെ മേൽക്കൂരകളിൽ അവർ പ്രത്യേകതരം പുല്ലുകൾ വിതറുന്നു. മഴക്കാലത്ത് പുറത്തിറങ്ങാൻ കഴിയാത്തതിനാൽ മാസങ്ങൾക്ക് മുൻപേ തന്നെ ഇവർ ഭക്ഷണവും വിറകും ശേഖരിച്ചു വയ്ക്കും. മഴ ഇവിടെ ഒരു തടസ്സമല്ല, അത് അവരുടെ ജീവിതത്തിൻ്റെ താളമാണ്. കനത്ത മഴയത്ത് പാടത്ത് പണിയെടുക്കുമ്പോൾ സാധാരണ കുടകൾക്ക് പിടിച്ചു നിൽക്കാനാകില്ല. ഒരു കൈകൊണ്ട് കുട പിടിച്ചാൽ ജോലി ചെയ്യാനും ബുദ്ധിമുട്ടാണ്. ഇതിനൊരു പരിഹാരമായി നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഖാസി ഗോത്രവർഗക്കാർ കണ്ടെത്തിയ ഒരു വിദ്യയുണ്ട്. അതാണ് ക്നൂപ്പ്. മുളയും ഈറ്റയും പനയോലകളും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഈ പരമ്പരാഗത കുടയ്ക്ക് ഒരു ആമത്തോടിൻ്റെ ആകൃതിയാണുള്ളത്. തലയിൽ വെച്ചാൽ പുറം മുഴുവൻ മൂടുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം. കാറ്റടിച്ചാലും പറന്നു പോകില്ല. മാത്രമല്ല 2 കൈകളും സ്വതന്ത്രമായി ഉപയോഗിച്ച് പാടത്ത് പണിയെടുക്കാനും കഴിയും. പ്ലാസ്റ്റിക് റെയിൻകോട്ടുകൾ വരുന്നതിനും എത്രയോ മുൻപ് പ്രകൃതിദത്തമായ വസ്തുക്കൾ കൊണ്ട് ഈ ഗ്രാമീണർ നിർമ്മിച്ചെടുത്ത ക്നൂപ്പ് അവരുടെ അതിജീവനത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമാണ്. മൗസിൻറാമിലെയും ചിറാപൂഞ്ചിയിലെയും ഏറ്റവും വലിയ അത്ഭുതം ഇവിടുത്തെ വേരുപാലങ്ങളാണ്. മൗസിൻറാമിലെയും ചിറാപൂഞ്ചിയിലെയും ഏറ്റവും വലിയ അത്ഭുതം ഇവിടുത്തെ വേരുപാലങ്ങളാണ്. കനത്ത മഴയിൽ കാട്ടരുവികൾ കരകവിഞ്ഞൊഴുകുമ്പോൾ സാധാരണ മരപ്പാലങ്ങളോ ഇരുമ്പുപാലങ്ങളോ നിർമ്മിച്ചാൽ അത് പെട്ടെന്ന് നശിച്ചു പോകും. ഈ പ്രശ്നം മറികടക്കാൻ ഖാസി ജനത കണ്ടെത്തിയ ഒരു അത്ഭുതകരമായ എഞ്ചിനീയറിംഗ് വിദ്യയാണിത്. റബ്ബർ മരങ്ങളുടെ വേരുകൾ ഒരു നദിയുടെ ഇരുവശത്തു നിന്നും പരസ്പരം കോർത്ത് വളർത്തിയെടുക്കുന്നു. മുളകൾ ഉപയോഗിച്ച് വേരുകൾക്ക് കൃത്യമായ ദിശ നൽകി പതിറ്റാണ്ടുകൾ നീളുന്ന കാത്തിരിപ്പിലൂടെയാണ് ഈ പാലങ്ങൾ രൂപപ്പെടുന്നത്. ഒരു പാലം പൂർണ്ണ സജ്ജമാകാൻ 15 മുതൽ 30 വർഷം വരെ സമയമെടുക്കും. എന്നാൽ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ മഴ പെയ്യും തോറും ഈ പാലങ്ങൾക്ക് ശക്തി കൂടുന്നു എന്നതാണ്. ജീവനുള്ള വേരുകളായതുകൊണ്ട് കാലം ചെല്ലുന്തോറും അവ കൂടുതൽ ദൃഢമാകുന്നു. ചില പാലങ്ങൾക്ക് 100 കണക്കിന് വർഷം പഴക്കമുണ്ട്. ഒരേ സമയം 50ഓളം ആളുകളെ ഭാരം താങ്ങാനും ഇവയ്ക്ക് കഴിയും. മൗസിൻറാം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വലിയ പാഠമാണ്. പ്രകൃതിയെ കീഴടക്കാനല്ല, മറിച്ച് പ്രകൃതിയോട് ചേർന്ന് നിൽക്കാനാണ് ഇവിടുത്തെ മനുഷ്യർ ശ്രമിക്കുന്നത്. 11,000 മില്ലിമീറ്റർ മഴയെ അവർ ഭയക്കുന്നില്ല. ക്നൂപ്പുകൾ ഉപയോഗിച്ച് അവർ അതിനെ നേരിടുന്നു. ജീവനുള്ള മരവേരുകൾ കൊണ്ട് അവർ നദികൾക്ക് കുറുകെ പാലങ്ങൾ പണിയുന്നു. മഴയെ പ്രണയിക്കുന്ന, മഴയ്ക്കൊപ്പം ജീവിക്കുന്ന ഭൂമിയിലെ ഏറ്റവും വിസ്മയകരമായ ഇടം, അതാണ് മൗസിൻറാം.